Hi all, welcome to our new session, A Poor Woman Learns to Write. It's a poem written by Margaret Atwood. മാർഗരറ്റ് അറ്റ്വുഡ് എഴുതിയിട്ടുള്ള എ പുവർ വിമൻ ലേൺസ് ടു റൈറ്റ് എന്ന് പറയുന്ന പോയം, ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പാർട്സ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന യൂണിറ്റിലെ ഏക പോയമാണ് എ പുവർ വിമൻ ലേൺസ് ടു റൈറ്റ്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ലെസണിലേക്ക് കടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് മാർഗരറ്റ് അറ്റ്വുഡിനെ പറ്റി ഒന്ന് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. Margaret Atwood. So she is a Canadian poet. ഇവരൊരു കനേഡിയൻ പോയറ്റാണ് ആൻഡ് നോവലിസ്റ്റ്, ലിറ്റററി ക്രിട്ടിക്, എസ്സേയിസ്റ്റ്, ടീച്ചർ ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. സോ നമ്മുടെ മാർഗരറ്റ് അറ്റ്വുഡ് ഒരു കനേഡിയൻ പോയറ്റാണ്. ഒരേ സമയം അവർ പോയറ്റും നോവലിസ്റ്റും ലിറ്റററി ക്രിട്ടിക്കും എസ്സേയിസ്റ്റും ഒക്കെയാണ്. ലിറ്റററി ക്രിട്ടിക് മീൻസ് നമ്മൾ സാഹിത്യ നിരൂപകരെന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് കേട്ടോ ലിറ്റററി ക്രിട്ടിക്. അപ്പോൾ സാഹിത്യ ലിറ്റററി പീസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാലിബർ ഉള്ള ഒരു ലേഡിയാണ്. സോ കാനേഡിയൻ പോയിറ്റ്, നോവലിസ്റ്റ്, ലിറ്റററി ക്രിട്ടിക്, എസ്സേയിസ്റ്റ്. അവർ എസ്സേയിസ്റ്റാണ്, ഒരേ സമയം ടീച്ചറും എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുമാണ്. എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി പ്രവർത്തകയും കൂടിയാണ്. അപ്പോൾ മാർഗരറ്റ് അറ്റ്വുഡ് ഒരു വേഴ്സറ്റൈൽ ജീനിയസ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരു ലേഡിയാണ്. Atwood's interest in women and female experiences emerges clearly in all her works. അപ്പോൾ നമ്മൾ മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പോയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിറ്റററി വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ സാഹിത്യത്തിലുള്ള ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. സ്ത്രീ ജനങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള റൈറ്റിങ്സാണ് അവർ കൂടുതൽ എഴുതുന്നത്. സോ Atwood's interest in women and female experiences emerges clearly in all her works. Emerges എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക എന്നാണ്. അവരുടെ ഓരോ വർക്സിലും നമുക്കതിങ്ങനെ എടുത്ത് കാണാൻ സാധിക്കും. സോ ഫീമെയിൽ എക്സ്പീരിയൻസസ് സെയിം ലൈക്ക് നമ്മുടെ ഈ ഒരു ലൈക്ക് വൈസ് ഈ എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് എന്ന് പറയുന്ന പോയത്തിൽ കൂടെ ആ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. സോ ഈ ഒരു പോയത്തിലേക്ക് നമുക്ക് പോവാം. ബിഫോർ ദാറ്റ് റീഡ് ആൻഡ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 24 ആ ഒരു റൈറ്റിങ്സ് കൂടെ നമുക്ക് നോക്കാം. എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. സോ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സക്സസ് എ പേഴ്സൺ എൻജോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് ഹി ഓർ ഷീ ലീവ്സ്. വി നീഡ് നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. ഈവൻ ട്രിവിയൽ പേഴ്സണൽ ഗെയിൻസ് ക്യാൻ ബൂസ്റ്റ് അവർ മൊറൈൽ and make us proud. The poem reflects on what a poor woman who hopes for liberation has gained through education. അപ്പോൾ ഈ ഒരു വരികളിൽ പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സക്സസ്. അപ്പോൾ സക്സസ്സിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മീൻസ് വ്യാപ്തി എന്നോ മഹിമയെന്നോ ഒക്കെ നമുക്ക് പറയാം. സക്സസിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹിമ ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഒന്നുമില്ലാത്തവന് ഒരു ദിവസത്തെ അന്നമായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും എല്ലാ സക്സസ്സും അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് അതൊന്നും ആയിരിക്കില്ല. അതിനേക്കാൾ കൂടുതൽ ഇപ്പം എവറസ്റ്റ് കീഴടക്കുന്നതായിരിക്കും ഒരു പക്ഷേ അയാളുടെ സക്സസ്. സോ സക്സസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സക്സസ് എ പേഴ്സൺ എൻജോയ്സ്. ഒരു പേഴ്സൺ എൻജോയ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് ഹി ഓർ ഷി ലീവ്സ്. അവൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ഓരോരുത്തരിലും +2 എന്നുള്ളൊരു സ്വപ്നമുണ്ട് അല്ലേ. ആ സ്വപ്നത്തിന് വേണ്ടി ആ സ്വപ്നം നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ലിറ്ററസി മിഷൻ്റെ ഭാഗമായത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് ഹി ഓർ ഷീ ലീവ്സ്. വി നീഡ് നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ലൈഫിൽ സക്സസ് ആവാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ ട്രിവിയൽ പേഴ്സണൽ ഗെയിൻസ്, ചെറിയ നിസ്സാരമായ, ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ പേഴ്സണൽ ഗെയിൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബൂസ്റ്റ് അവർ മൊറാൽ ആൻഡ് മേക്ക് അസ് പ്രൗഡ്. നമുക്ക് അഭിമാനം തരുന്ന, അല്ലെങ്കിൽ മൊറാൽ മീൻസ് ആത്മവീര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊക്കെയാണ്. നമ്മുടെ ആത്മവീര്യം കൂട്ടാൻ ചെറിയ ട്രിവിയൽ ആയിട്ടുള്ള പേഴ്സണൽ ഗെയിൻസ് തന്നെ മതിയാകും. ദ പോയം റിഫ്ലാക്ട്സ് ഓൺ വാട്ട് എ പുവർ വുമൻ ഹു ഹോപ്സ് ഫോർ ലിബറേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ ത്രൂ നമ്മൾ ലിബറേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാറുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീഡത്തിൻ്റെ ആ ഒരു സ്വർണ്ണവാതിൽ തുറക്കാനുള്ള ഒരു ഗോൾഡൻ കീ തന്നെയാണ്, ഒരു കീ തന്നെയാണ് എന്ത്
നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ലിബറേഷന് വേണ്ടിയിട്ട്, ലിബറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതീക്ഷയിൽ ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, എന്തിൽ കൂടെയാണ്, എഡ്യൂക്കേഷനിൽ കൂടെ ലിബറേറ്റഡ് ആവാനാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയം റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, വാട്ട് എ പുവർ വുമൻ, ഒരു പാവം സ്ത്രീ, ഹു ഹോപ്സ് ഫോർ ലിബറേഷൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ്, ഹാസ് ഗെയിൻഡ് ത്രൂ എഡ്യൂക്കേഷൻ, അവളത് നേടുക തന്നെ ചെയ്തു. എങ്ങനെ? ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ. സോ നമുക്ക് ഈ ഒരു പോയം വളരെ സിമ്പിളായിട്ട് മാർഗരറ്റ് അറ്റ്വുഡ് നമ്മളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരികളിലൂടെ പോവാം. A poor woman learns to write. So here starts her poem. She squats bare feet, splayed out, not graceful, skirt tucked around ankles. So first 3 ലൈൻസിൽ അവർ പറയുന്നത് നമ്മുടെ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഈ ഒരു പുവർ വുമൻ എന്ന് പറഞ്ഞ് ആ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ലേഡി എങ്ങനെയാണ്, അവരുടെ ഒരു ഫിസിക്കൽ പോസ്ചർ എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഷീ സ്കോട്ട്സ് ബെയർ ഫീറ്റ്, ഷീ സ്കോട്ട്സ് സിറ്റ് വിത്ത് വൺസ് നീ ബെൻഡ് എന്നാണ് അതിൻ്റെ ഒരു സ്കോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിരിക്കുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിലാണ്, മുട്ടുമടക്കി കുത്തിയിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ബെയർ ഫീറ്റ്, അവളെങ്ങനെയാണ്, നഗ്നപാതയാണ്, ചെരുപ്പൊന്നുമില്ല അവളുടെ കാലിൽ. സ്പ്ലേഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്പ്രെഡ് വൈഡ് അപ്പാർട്ട്, കാലുകൾ കുറച്ച് വിടർത്തി അല്ലെങ്കിൽ അകത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നോട്ട് ഗ്രേസ്ഫുൾ, അതൊരു നല്ല കാഴ്ചയല്ല, നല്ല സുഖമുള്ള ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്രേസ്ഫുൾ, ബ്യൂട്ടിഫുൾ, പ്രിറ്റി എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ നമ്മുടെ ഈ ഒരു സെൻട്രൽ ക്യാരക്ടറിനെ കാണാൻ ഒട്ടും തന്നെ ഭംഗിയില്ല. നോട്ട് ഗ്രേസ്ഫുൾ. സ്കേർട്ട് ടക്ഡ് അറൗണ്ട് ആങ്കിൾസ്, അവളുടെ കണങ്കാലിലേക്ക് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്കേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ടക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ടക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ എന്താണ്, ഈ പാവാട ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. സോ അവളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോസ്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് അവൾ ഇരിക്കുന്നത് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക്, ടെക്സ്റ്റിലെ ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ ലാസ്റ്റ് ടൈം എക്സാമിന് വേണ്ടിയിട്ട് 5 മിനിറ്റ്സ് മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ എഴുതുന്നു, പക്ഷേ എക്സാമിനർ അടുത്തേക്ക് വരുന്നു, അപ്പോൾ പെട്ടെന്ന് പേപ്പർ കൊടുക്കണം, ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഇരിക്കുന്നതിനാണ്. ഇരിക്കുന്നുമില്ല, പക്ഷേ ഒരു ധൃതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ ലേഡിയുടെ ആ ഒരു ബോഡി പോസ്ചർ അല്ലെങ്കിൽ അവളുടെ ഒട്ടും തന്നെ ഗ്രേസ്ഫുൾ അല്ല എന്ന് നമ്മുടെ ഓതർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും കൂടെ നോക്കി വേണം പോവാൻ. ഈ ഒരു പോയത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ ചോദിക്കുള്ളൂ. അപ്പോൾ ഹൗ ഈസ് ദ ഓൾഡ് വുമൻ സീറ്റഡ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ വുമൻ സീറ്റഡ് ഇൻ ദ സ്കോട്ട് പൊസിഷൻ, ഒരു സ്കോട്ട് പൊസിഷനിലാണ് അവിടെ ഇരിക്കുന്നത്, ഒരു കുത്തിയിരിക്കുകയാണ്. സ്പ്ലേഡ് ഔട്ട്, അവൾ കാലുകളിങ്ങനെ അകത്തി വെച്ചിട്ടുണ്ട്. എന്താണ്, വെയറിങ് നോ ഫുഡ് വെയർസ്, അല്ലെങ്കിൽ ബെയർ ഫീറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഷീ ടക്ഡ് ഹെർ സ്കേർട്ട് അറൗണ്ട് ഹെർ ആങ്കിൾസ്. അപ്പോൾ അവൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മുടെ ഈ വരികളിൽ തന്നെ ഉണ്ട്. സോ നെക്സ്റ്റ് ലൈൻ നോക്കാം. ഹെർ ഫേസ് ഈസ് ലൈൻഡ് ആൻഡ് ക്രാക്ഡ്, ഷീ ലുക്സ് ഓൾഡർ ദാൻ എനിത്തിങ്. സോ അവളുടെ ഫേസ്, അവളുടെ മുഖം എന്താണ്, ലൈൻഡും ക്രാക്ഡുമാണ്, വരകളും കുറികളും അല്ലെങ്കിൽ ചുളിവുകളും ഒക്കെ വീണ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രായമായ സ്ത്രീകളെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖം എന്താണ്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെയും ലൈൻഡും ക്രാക്ഡും ഒക്കെ ആയിരിക്കും അല്ലേ. ചിലർ ഒരുപാട് പ്രായമായില്ലെങ്കിൽ കൂടെ അവരുടെ മുഖത്ത് വളരെയധികം പ്രായാധിക്യം നമുക്ക് തോന്നാറുണ്ട്. അത് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം. അപ്പോൾ ഹെർ ഫേസ്, അവളുടെ മുഖം എങ്ങനെയാണ്, ലൈൻഡും ക്രാക്ഡുമാണ്. ഷീ ലുക്സ് ഓൾഡ്, വളരെ പ്രായം തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലേഡിയെ കാണാനായിട്ട്. ഓൾഡർ ദാൻ എനിത്തിങ്, നല്ല പ്രായം തോന്നുന്നുണ്ട് അല്ലേ, മറ്റെന്തിനേക്കാളും പ്രായം തോന്നുന്നു എന്നാണ് നമ്മുടെ ഓതർ മാർഗരറ്റ് അറ്റ്വുഡ് പറയുന്നത്, പോയിറ്റ്. ഓക്കെ, സോ ഷീ ഈസ് പ്രോബബ്ലി 30. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, 30 എന്ന് പറയുന്നത് ഒരു ഈസ് 30 ടു ആൻ ഏജ് ഫോർ എ പേഴ്സൺ. ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം 30 വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ പ്രായമാണോ? അല്ലേ. നമ്മളെപ്പോഴും ആ ഒരു പ്രായത്തിലാണ് നമ്മൾ കൂടുതൽ എനർജറ്റിക്കും കൂടുതൽ മെച്ചോർഡും ഒക്കെ ആവുന്നത്. നമുക്ക് ലൈഫ് എന്താണെന്ന് അറിയുന്നത് ഓൾമോസ്റ്റ് ഒരു 30 എത്തുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു പ്രായമേ ആയുള്ളൂ, അത് അത്ര ഓൾഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ ഈസ് പ്രോബബ്ലി 30. അവളുടെ വയസ്സ് ആദ്യമേ തന്നെ ഓതർ പറയാണ്, അവൾക്കൊരു 30 വയസ്സ് പ്രായമുണ്ട് അല്ലേ, പ്രോബബ്ലി 30. ഹെർ ഹാൻഡ്സ് ഓൾസോ ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. അവളുടെ മുഖം എങ്ങനെയാണോ ലൈൻഡും ക്രാക്ഡും ആയിരുന്നത്, അതേപോലെ അവളുടെ കൈകളും എന്താണ്, ലൈൻഡും ക്രാക്ഡുമാണ്. അവളുടെ കൈകളും ചിലപ്പോൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നതുകൊണ്ടാവാം, സ്ട്രഗിൾ ഉണ്ടായിരിക്കും അവളുടെ ലൈഫിൽ. അവളുടെ സഫറിങ്സിൻ്റെ ഒരു സിമ്പിളായിട്ടായിരിക്കും ഈ ഒരു കൈകളിൽ ലൈൻഡും ക്രാക്ഡുമാണെന്ന് നമ്മുടെ ഓതർ പറയുന്നത്. ഹെർ ഹാൻഡ്സ് ഓൾസോ ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. ആൻഡ് ഓക്വേർഡ് മീൻസ് എന്താണ്,
നമ്മൾ ഒട്ടും ഭംഗിയില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒക്വേർഡായിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. വളരെ വിചിത്രമായിട്ട് അല്ലെങ്കിൽ അരോചകമായി എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്വേർഡ്. അപ്പോൾ വളരെ ഒരു വികൃതമായിട്ടാണ് നമ്മുടെ ഈ ഒരു ലേഡിയെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ നമുക്കൊരു വിഷ്വൽ ഇമേജസ് ആണല്ലേ. നമ്മളെല്ലാം നമുക്ക് ഈ ഒരു വരികളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ലേഡിയെ നമ്മുടെ മുന്നിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പോയിട്ട് നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്ന വിഷ്വൽ ഇമേജസ് ആണ്. ഓക്കെ, ഷീ ലുക്സ് ഓൾഡർ ദാൻ എനിത്തിങ്. ഷീ ഈസ് പ്രോബബ്ലി 30. ഹെർ ഹാൻഡ്സ് ഓൾസോ ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ് ആൻഡ് ഓക്വേർഡ്. അവളെ കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. ഹെർ ഹെയർ കൺസീൽഡ്. അപ്പോൾ അവളുടെ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. കൺസീൽഡ് എന്നാണ് പറയുന്നത്. കൺസീൽഡ് മീൻസ് എന്താണ്? ഹിഡൻ അല്ലെങ്കിൽ കെപ്റ്റ് സീക്രട്ട് എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ അവളുടെ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലല്ല. അവൾ ആദ്യമേ തന്നെ ഗ്രേസ്ഫുൾ അല്ല, നോട്ട് ഗ്രേസ്ഫുൾ എന്ന് നമ്മുടെ പോയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. സോ അവളുടെ മുടിയൊക്കെ അവളിങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഹെയർ കൺസീൽഡ്. സോ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം. ഷി പ്രിൻസ് വിത്ത് എ സ്റ്റിക്ക്. അവൾ എന്തോ എഴുതുന്നുണ്ടല്ലേ. പ്രിൻ്റ് ചെയ്യുക ഇവിടെ എഴുതുക, റൈറ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഷി പ്രിൻസ് വിത്ത് എ സ്റ്റിക്ക്. ഒരു സ്റ്റിക്ക് വെച്ച്, ഒരു വടി വെച്ച് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതുന്നുണ്ട്. ലബോറിയസ്ലി മീൻസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇൻ എ വേ ദാറ്റ് ടേക്സ് കൺസിഡറബിൾ ടൈം ആൻഡ് എഫേർട്ട്. കുറേ സമയമെടുത്ത് പണിപ്പെട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനാണ് ലബോറിയസ്ലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. സോ വളരെ എഫേർട്ട് ഇട്ട് ആ ഒരു ലേഡി എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ എഴുതാൻ ശ്രമിക്കുന്നു. ഷീ പ്രിൻസ് വിത്ത് എ സ്റ്റിക്ക്. ഒരു സ്റ്റിക്ക് വെച്ചാണ്, ഒരു കമ്പ് വെച്ച് അവൾ എന്തോ എഴുതുന്നുണ്ട്. ലബോറിയസ്ലി, ഭയങ്കരമായിട്ട് പണിപ്പെട്ടാണ് അത് ചെയ്യുന്നത്. ഇൻ ദ വെറ്റ് ഗ്രേ ഡേർട്ട്. എവിടെയാണ് അവൾ എഴുതുന്നത്? ചെളിയിലാണ് കേട്ടോ. നനഞ്ഞ ആ ഒരു ഗ്രേ ഡേർട്ടിൽ, ഒരു ചെളിയിലാണ് അവൾ എഴുതുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ പോയിട്ട് നമ്മളോട് അവളുടെ ആ ഒരു സഫറിങ്ങും സ്ട്രഗിളും ഒക്കെ, അല്ലെങ്കിൽ അവളുടെ ബുദ്ധിമുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അവളിങ്ങനെ വളരെ ലബോറിയസ്ലി അവൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാവാം ഒരു പക്ഷേ ഈ വരി ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ദ വെറ്റ് ഗ്രേ ഡേർട്ട്. അഴുക്കിലാണ് അവൾ എഴുതുന്നത്. സോ നോക്കാം നെക്സ്റ്റ് ലൈൻ. ഫ്രോണിങ് വിത്ത് ആങ്സൈറ്റി. എന്താണ് ഫ്രോണിങ് മീൻസ് വ്യൂ വിത്ത് ഡിസ്ലൈക്ക് എന്നൊക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ നമ്മൾ നെറ്റി ചുളുക്കാറുണ്ട് അല്ലേ. അതേപോലെ ഫ്രോണിങ് വിത്ത് ആങ്സൈറ്റി. ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ല അവൾ ചെയ്യുന്നത്. എന്താണ്? അവൾ എഴുതാൻ ശ്രമിക്കുകയാണ്, പക്ഷേ വളരെ പണിപ്പെട്ടാണ് അത് ചെയ്യുന്നത്. അത് അഴുക്കിലുമാണ് ചെയ്യുന്നത്. വെറ്റ് ഗ്രേ ഡേർട്ടിലാണ് അവൾ എഴുതാൻ ശ്രമിക്കുന്നത്. ഫ്രോണിങ് വിത്ത് ആങ്സൈറ്റി എന്താണ്? ഉത്കണ്ഠയാണ് അല്ലേ. അപ്പോൾ ഉത്കണ്ഠയോടുകൂടി അവളിങ്ങനെ നെറ്റി ചുളുക്കുന്നുമുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇത് ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കാം ഒരു പക്ഷേ അവൾ, അല്ലെങ്കിൽ ആ ഒരു ഉത്കണ്ഠയിലായിരിക്കാം അവൾ അങ്ങനെ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം. ഗ്രേറ്റ് ബിഗ് ലെറ്റേഴ്സ്. ഇതെങ്ങനെയുള്ള ആ അക്ഷരങ്ങൾ എങ്ങനെയാണ്? വലിയ അക്ഷരങ്ങളാണ്. ഓദർ അതിനെ ഗ്രേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഗ്രേറ്റ് ബിഗ് ലെറ്റേഴ്സ്. അവർ എഴുതുന്ന ആ ഒരു ആദ്യമായി എഴുതുന്നതാണ്. സോ എന്തോ വലിയ അക്ഷരങ്ങളാണ് അവൾ എഴുതുന്നത്. ഇറ്റ്സ് ഫിനിഷ്ഡ്. ഓൾമോസ്റ്റ് അവളത് എഴുതി കഴിഞ്ഞു അല്ലേ. അവൾ എന്തോ എഴുതാൻ ശ്രമിക്കുകയാണ്, ആദ്യമായി എഴുതുകയാണ് അവൾ. അപ്പോൾ നമ്മുടെ പോയിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട് എന്ത്? അവൾ എന്താണ്? ഹു ഈസ് റൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഏജ് ഓഫ് 30. 30ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ അക്ഷരം കുറിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് എഴുതാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ആങ്സൈറ്റിയും ഒരു ഫിയറും ഒക്കെ, അവളുടെ ടെൻഷനും ഒക്കെ അവളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രേറ്റ് ബിഗ് ലെറ്റേഴ്സ് ഇറ്റ്സ് ഫിനിഷ്ഡ്. ഹെർ ഫസ്റ്റ് വേർഡ് സോ ഫാർ. അപ്പോൾ ലൈഫ് ടൈമിൽ അവൾ ആദ്യമായി എഴുതിയ വാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഹെർ ഫസ്റ്റ് വേർഡ് സോ ഫാർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം. ഷീ നെവർ തോട്ട് ഷീ കുഡ് ഡു ദിസ്. അപ്പോൾ അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവൾക്കത് ചെയ്യാൻ സാധിക്കുമെന്ന്. പലപ്പോഴും നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്പാർക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ട് പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അവൾ പറയാണ്, അല്ലെങ്കിൽ നമ്മുടെ പോയിട്ട് നമ്മളോട് പറയാണ്, ഷീ നെവർ തോട്ട് ഷീ കുഡ് ഡു ദിസ്. അവൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. നോട്ട് ഹെർ. ഇത്തവണ അവൾക്ക് വേണ്ടിയല്ല. ദിസ് വാസ് ഫോർ അതേഴ്സ്. അവൾ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എഴുതാൻ അറിയില്ല, അൺഎഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ്, ഇലിറ്ററേറ്റ് ആണെന്ന് പറഞ്ഞ് അവളെ അവഗണിച്ചവരുടെ മുന്നിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ദിസ് വാസ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവൾ എന്ത് ചെയ്യുന്നത്? ആദ്യ അക്ഷരം അല്ലെങ്കിൽ ആദ്യത്തെ ആ വാക്ക് എഴുതിയത്. ഷീ ലുക്സ് അപ്പ്, സ്മൈൽസ്. അവൾ തല ഉയർത്തി നോക്കുന്നുണ്ട്, അവൾ ചിരിക്കുന്നുണ്ട് അല്ലേ. അവളുടെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഷീ സ്മൈലിംഗ് എ സ്മൈൽ ഓഫ് കോൺഫിഡൻസ്. അവളുടെ കോൺഫിഡൻസിൻ്റെ ഒരു സിമ്പിളായിട്ടായിരിക്കാം അവളുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. ആസ് ഈസ് അപ്പോളജൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ഷമാപണം പോലെ. സാധാരണയൊക്കെ ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എഴുതുമ്പോൾ അവർക്ക് തെറ്റിപ്പോയോ എന്ന് നമ്മളെയോ ടീച്ചറിനെയോ ഒക്കെ നോക്കി ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോളജൈസിങ് എന്താണ്? ഒരു ക്ഷമാപണം പോലെയാണ്.
പക്ഷേ ഇവിടെ അവളെ ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല അല്ലേ. ബട്ട് ഷീ ഈസ് നോട്ട്. ഇപ്പോൾ അവൾ ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. നോട്ട് ദിസ് ടൈം. ഈ ഒരു സമയം അതിൻ്റെ ആവശ്യമില്ല. ഷീ ഡിഡ് ഇറ്റ് റൈറ്റ്. അവൾ കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ചെയ്തത്. അവൾ എഴുതി, അവൾ എഡ്യൂക്കേറ്റഡ് ആയി എന്നുള്ളത് അവളുടെ ഏറ്റവും ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഷീ ഡിഡ് ഇറ്റ് റൈറ്റ്. വാട്ട് ഡസ് ദ മഡ് സേ? ആ മഡ്, ആ ഒരു ചെളിയിൽ അവൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ചിലപ്പോൾ അവ്യക്തമായിരിക്കാം, നമുക്ക് വായിക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ എന്തായിരിക്കും അവൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക എന്ന് ഓദർ നമ്മളോട് ചോദിക്കുകയാണ്. വാട്ട് ഡസ് ദ മഡ് സേ? ആ മഡ് എന്താണ് പറയുന്നത്? മഡ് എന്താണ്? ചെളി. അത് അവ്യക്തമാണെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ആവാം ഒരു പക്ഷേ മഡ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെർ നെയിം, വി കാൺട്ട് റീഡ് ഇറ്റ്. നമുക്കത് വായിക്കാൻ സാധിക്കില്ല അല്ലേ. ഒരു പക്ഷേ വി ക്യാൻ ഗസ്, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അവളുടെ പേരാവാം. വി കാൺട്ട് റീഡ് ഇറ്റ്, നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല. വി ക്യാൻ ഗസ് ദാറ്റ് ഇറ്റ് മേ ബി ഹെർ നെയിം. നമുക്ക് എന്ത് ചെയ്യാം? ഗസ് ചെയ്യാം. ബട്ട് വി ക്യാൻ ഗസ്. ലുക്ക് അറ്റ് ഹെർ ഫേസ്. അവളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. നമുക്ക് ഗസ് ചെയ്യാം അവൾ എഴുതിയത് ഒരു പക്ഷേ അവളുടെ പേരാവാം അല്ലേ. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ നിങ്ങൾ. ഈ പോയത്തിൻ്റെ ഏറ്റവും അവസാന വരികളാണ്. ജോയ്ഫുൾ ഫ്ലവർ, അവളുടെ മുഖം, അവളുടെ ആ ഒരു ഫേസ്, സക്സസിൻ്റെ ആ ഒരു കോൺഫിഡൻസിൻ്റെ ഒക്കെ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ ഇങ്ങനെ വളരെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒക്കെ നെറുകയിലാണ് അവൾ നിൽക്കുന്നത് അല്ലേ. അവൾ ആദ്യമായി ഒരു അക്ഷരം കുറിച്ചു എന്നുള്ളത്, ആദ്യമായി ഒരു വാക്ക് എഴുതി. അപ്പോൾ ലുക്ക് അറ്റ് ഹർ ഫേസ്, ജോയ്ഫുൾ ഫ്ലവർ, എ റേഡിയൻ വൺ, സൺ ഓൺ വാട്ടർ. അവളുടെ മുഖത്തിനെ നമ്മുടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തിനോടാണ്? ജോയ്ഫുൾ ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ, ഒരു പൂവ്, പുഷ്പം. അത് ജോയ്ഫുൾ ഫ്ലവർ എന്നാണ് ഓദർ പറയുന്നത്. വളരെ സന്തോഷത്തിൻ്റെ ഒരു പുഷ്പമാണോ അവളുടെ മുഖത്ത്, അല്ലെങ്കിൽ ആ മുഖത്തിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ഫ്ലവറിനോടാണ്. എ റേഡിയൻ വൺ, റേഡിയൻ വൺ, റേഡിയൻ മീൻസ് എന്താണ്? ഷൈനിങ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണോ അവൾ. അതുപോലെ തന്നെ സൺ ഓൺ വാട്ടർ, വാട്ടറിൽ, വെള്ളത്തിൽ നമ്മുടെ സൂര്യൻ്റെ പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്ത് തിളക്കമായിരിക്കും അല്ലേ. ആ ഒരു തിളക്കത്തിൽ, ആ ഒരു തിളക്കമാണോ, ആ ഒരു സൺ ഓൺ വാട്ടർ ആണോ അവളുടെ മുഖം? ഒരു റേഡിയൻ്റ് ആയിട്ടുള്ള ഒന്നാണോ അത്, അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ ഫ്ലവർ ആണോ അവളുടെ മുഖം എന്നാണ് നമ്മുടെ ഓദർ നമ്മളോട് ചോദിക്കുന്നത്. സോ ഈ ഒരു പോയറ്റ് നമ്മുടെ മാർഗരറ്റ് അറ്റ്വുഡ് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു പോയം തരുമ്പോൾ ശരിക്കും ഒരുപാട് വിഷ്വൽ ഇമേജസും സിംപിൾസും പോയറ്റിക് ഡിവൈസസും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു പോയത്തിൻ്റെ ബ്യൂട്ടി കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, സോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്വൽ ഇമേജസും സിംപിൾസും പോയറ്റിക് ഡിവൈസും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. സോ എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷ്വൽ ഇമേജസും ഒക്കെ അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മലയാളത്തിലുള്ള പോയം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് നമ്മളോട് പറയും വൃത്തവും വൃത്താന്തവും ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലേ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് പോയറ്റിൻ്റെ ആ ഒരു പോയറ്റിക് ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സെയിം കാര്യമാണ് ഇംഗ്ലീഷ് പോയറ്റ്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരും ഈ വിഷ്വൽ ഇമേജസ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് കാണാൻ സാധിക്കും ഓരോ കാര്യങ്ങളും അല്ലേ. ഇതിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ സ്കേർട്ട് ടക്ഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ്, അതേപോലെ തന്നെ ഫേസ് ലൈൻഡ്, മുഖത്തെല്ലാം വരകൾ വീണിരിക്കുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ണടച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ. സോ അതാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രേ ഡേർട്ട്, ജോയ്ഫുൾ ഫ്ലവർ, ഇതൊക്കെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പുവർ വിമനെ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതുകൊണ്ടാണ് വിഷ്വൽ ഇമേജസ് നമ്മുടെ പോയിട്ട് യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവ്ലി കൺവേ ദ ഐഡിയ ദാറ്റ്, ഈ മഡ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ശരിക്കും എഫക്റ്റീവ്ലി കൺവേ ദ ഐഡിയ ദാറ്റ് ദ ഓൾഡ് വിമൻ ഈസ് വർക്കിംഗ് ഹാർഡ് ഫോർ റൈറ്റിംഗ് ഹർ നെയിം. വളരെയധികം കഷ്ടപ്പെട്ടാണ് അവൾ എഴുതുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്, മഡ് എന്നുള്ളൊരു സിമ്പിൾ. ലൈക്ക് വൈസ് ഈ ഒരു പോയത്തിലെ ലാസ്റ്റ് ലൈൻ, അതായത് ജോയ്ഫുൾ ഫ്ലവർ, എ റേഡിയൻ വൺ, സൺ ഓൺ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു 3 വാക്കുകളിൽ മെറ്റഫർ എന്ന് പറയുന്ന ഉൽപ്രേക്ഷ എന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെറ്റഫറും. സോ ഇവിടെ ഒരു മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? അവളുടെ ഫേസ്, ഹർ ഫേസ് ജോയ്ഫുൾ ഫ്ലവർ, ദ വിമൻസ് ഫേസ് ഈസ് കമ്പയർഡ് ടു എ ജോയ്ഫുൾ ഫ്ലവർ. അപ്പോൾ അവളുടെ മുഖത്തിനെ ഒരു ജോയ്ഫുൾ ഫ്ലവറായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റീഡറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വായനാനുഭവം തരുന്ന ഒരു പോയം തന്നെയാണ് എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു പോയം നന്നായിട്ട് വായിക്കുക. അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് കണ്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക തന്നെ ചെയ്യാം. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഉത്തരങ്ങൾ ഈ വരികളിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ നല്ലൊരു തീമാണ് അല്ലേ. ശരിക്കും ഇതിനെ ഒരു ജോയ് ഓഫ് ലേണിംഗ് എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് എ പോയം അബൌട്ട് ദ ജോയ് ഓഫ് ലേണിംഗ് ഫോർ ഓൾഡ് മെൻ ആൻഡ് വിമൻ. അപ്പം നമ്മുടെ ലിറ്ററസി മിഷനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു പോയം തന്നെയാണ് എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഏജ് ബാരിയർ ഒന്നും ഇല്ലാതെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ഗിഫ്റ്റ് ദാറ്റ് നൺ ക്യാൻ ടേക്ക് അവേ, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ വരികളിൽ പറയുന്ന പോലെ തന്നെ, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠനം നിങ്ങൾ തുടങ്ങിയാണ്, ഒരു പുതിയ ബിഗിനിങ് ആണ്. ആ ഒരു ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് എല്ലാ ബെസ്റ്റ് വിഷസും നേരാണ്. നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കുറേ കാര്യങ്ങൾ, കുറേ നിങ്ങളുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു പോയമാണ്. അപ്പോൾ ഈ ഒരു പോയം വായിച്ച് നോക്കുക, വായിച്ച് പഠിക്കുക. എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. ഓക്കെ.